حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله لا إله إلا الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് സുഗമമായ വിസർജന സൗകര്യം ഏർപ്പെടുത്തി തന്നു എന്നത്. അതിനാൽ നാം വിസർജന സ്ഥലത്തേക്ക് കടന്ന് വിസർജനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് സ്തുതിക്കണം എന്നാണ് മഹാന്മാർ പറയുന്നത്. വിസർജന സ്ഥലം എന്നത് പിശാചിൻ്റെ സങ്കേതമാണ്. അതിനാൽ വിസർജന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ചില മര്യാദകൾ പാലിക്കാനുണ്ട്. വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് വേണം നാം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ. അള്ളാഹുവെ, ഞാൻ കടക്കുന്നത് ആൺപിശാചുക്കളുടെയും പെൺപിശാചുക്കളുടെയും സങ്കേതത്തിലേക്കാണ്. അവരുടെ ഉപദ്രവത്തെ തൊട്ട് നീ എന്നെ കാക്കേണമേ എന്നാണ് ഇതിൻ്റെ ആശയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദിക്ർ ചൊല്ലലോടുകൂടെ പിശാചിൻ്റെ കണ്ണുകൾ അല്ലാഹു തആല കെട്ടിക്കളയുന്നതാണ്. പിന്നീട് നമ്മുടെ ഔറത്ത് കാണാൻ പിശാചുക്കൾക്ക് സാധിക്കുന്നതല്ല. ഈ ദിക്ർ ചൊല്ലി സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ ആൺപിശാചുക്കൾ പെണ്ണുങ്ങളോടും പെൺപിശാചുക്കൾ ആണുങ്ങളോടും ഗുഹ്യഭാഗത്തിലൂടെ ബന്ധപ്പെടുകയും അവർ അകത്തേക്ക് നുഴഞ്ഞു കയറുകയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, നമ്മുടെ മനസ്സിന് വിഭ്രാന്തി, വൈകല്യം, ചിന്താപരമായ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. അതുവഴി നമുക്കൊരുപാട് പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതം തന്നെ തകരാറിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹി എന്നത് ഏറ്റവും നല്ല സുരക്ഷാ കവചമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. വിസർജന സ്ഥലം ഒന്നുകിൽ നിർമ്മിക്കപ്പെട്ട ടോയ്ലറ്റുകൾ ആവാം, അല്ലെങ്കിൽ വിജനമായ സ്ഥലത്ത് നാം തിരഞ്ഞെടുക്കുന്ന സ്ഥലവുമാകാം. വിജനമായ സ്ഥലത്തെ ഒരിടമാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ഇടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. വിസർജന സ്ഥലം എന്നത് പിശാചുക്കളുടെ സങ്കേതമായതിനാൽ നമ്മുടെ വലതുകാൽ വെച്ച് അതിലേക്ക് കടക്കരുത്. ഇടതുകാൽ മുന്തിച്ചാണ്, ഇടതുകാൽ വെച്ചാണ് വിസർജന സ്ഥലത്തേക്ക് കടക്കേണ്ടത്. അപ്പോൾ വലിയ വിശാലമായ ബാത്റൂമാണെങ്കിൽ ആ ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഇടതുകാൽ വെക്കണം. ഉള്ളിൽ പ്രത്യേകം സജ്ജമാക്കിയ ക്ലോസറ്റിനടുത്തേക്ക് കാൽ വെക്കുമ്പോഴും ഇടതുകാലാണ് വെക്കേണ്ടത്. അങ്ങനെ 2 പ്രാവശ്യം ഇടതുകാൽ വെക്കണം. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പാദരക്ഷ ധരിക്കൽ സുന്നത്താണ്, തലമറയ്ക്കൽ സുന്നത്താണ്. ആദരവുള്ള ദിക്റുകളോ പവിത്രമായ നാമങ്ങളോ ഒന്നും ടോയ്ലറ്റിലേക്ക് കടത്തിക്കൊണ്ടുപോകരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് രേഖപ്പെടുത്തിയ മോതിരമോ മാലയോ പഴ്സോ ഒന്നും കൊണ്ട് വിസർജന സ്ഥലത്തേക്ക് കടക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖലായിലേക്ക് കടന്നാൽ മോതിരം ഊരിവെക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാവുന്നതാണ്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഖലാഅ നസഅ ഖാതമഹു. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മിഷ്കാത്ത് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബിൽ നമുക്ക് കാണാവുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാത്തമിൽ അഥവാ മോതിരത്തിൽ
അള്ളാഹുവിൻ്റെ ദിക്ർ ഉണ്ടായിരുന്നതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് വിസർജന സ്ഥലത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആ പവിത്രമായ നാമമുള്ള മോതിരം ഊരി പുറത്തു വെക്കുമായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ മാലയിൽ ഇത്തരം പവിത്രനാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാല ഊരി പുറത്തു വെക്കണം. പോക്കറ്റിൽ എന്തെങ്കിലും ഖുർആനോ ദിക്റുകളോ രേഖപ്പെടുത്തിയ പേപ്പറുകളുണ്ടെങ്കിൽ എടുത്ത് മാറ്റിവെക്കണം. ഇനി സാഹചര്യവശാൽ യാത്രയിലാണ്, അതെടുത്ത് സൂക്ഷിച്ച് പുറത്തു വെക്കുവാനുള്ള സാഹചര്യമില്ലെങ്കിൽ മോതിരത്തിലാണ് ഇത്തരം പവിത്ര ദിക്റുകളോ നാമങ്ങളോ രേഖപ്പെടുത്തിയിട്ടുള്ള എഴുത്തുള്ളതെങ്കിൽ ആ മോതിരത്തിൻ്റെ ഭാഗം ഉള്ളൻ കൈയിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് കയറേണ്ടത്. കൈ മുറുക്കി പിടിക്കുകയും വേണം. മറ്റ് വസ്തുക്കളിലോ മറ്റോ ആണ് ഇത്തരം പവിത്രമായ ദിക്റുകളോ മറ്റോ രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ ആ ഭാഗം തുണി കൊണ്ടോ മറ്റോ കെട്ടി മറച്ചിട്ട് വേണം വിസർജന സ്ഥലത്തേക്ക് കടക്കാൻ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു.